കേരളത്തിൽ ആദ്യഘട്ട സെൻസസ് ജൂണിൽ നടക്കും. രണ്ടാം ഘട്ടമായി ജാതി സെൻസസ് നടത്തും. ഭവന കണക്കെടുപ്പ് ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. 33 പൊതുചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എങ്ങനെയാണ് സെൻസസ് ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കുന്നത്? എങ്ങനെയാണ് ക്രമീകരണം? എങ്ങനെയാണ്? അക്ഷയ, 16 വർഷത്തിന് ശേഷമാണ് രാജ്യത്ത് വീണ്ടും സെൻസസ് നടക്കാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇപ്പോൾ RGI കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് മറ്റന്നാൾ മുതൽ ഏപ്രിൽ 1 മുതലാണ് സെൻസസിന്റെ ആദ്യഘട്ടത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. സെൻസസ് 2 ഘട്ടമായിട്ടായിരിക്കും ഇന്ത്യയിൽ നടത്തുക. ആദ്യഘട്ടത്തിൽ വീടുകളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെയുള്ള അനുബന്ധ ചോദ്യാവലി കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളുമായിരിക്കും. അതിനുശേഷം രണ്ടാം ഘട്ടത്തിലായിരിക്കും ഈ ജനങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടക്കുന്നത്. ജാതി കണക്കെടുപ്പ് അല്ലെങ്കിൽ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ളവ രണ്ടാം ഘട്ടത്തിലായിരിക്കും നടക്കുന്നത്. ഇതിന് അടിസ്ഥാനമാക്കുന്ന ഒരു സമയപരിധി എന്ന് പറയുന്നത് 2027 ഏപ്രിൽ 1 മാർച്ച് 1 വരെയുള്ള സമയമാണ്. അതായത് 27 ഫെബ്രുവരി 28 അർദ്ധരാത്രി 11:59 2027 മാർച്ച് 1 പുലർച്ചെ 12 മണിയും ഇടയിലുള്ള ആ ഒരു സമയമാണ് ഇതിന്റെ ടൈം ലൈനായി കണക്കാക്കുന്നത്. അതുവരെ രാജ്യത്തുള്ള ആളുകളുടെ വിവരങ്ങളായിരിക്കും പ്രസിദ്ധീകരിക്കാൻ പോകുന്ന അടുത്ത സെൻസസിൽ ഉണ്ടാവുക. 2027 പൂർണ്ണമായും ഡിജിറ്റലായിട്ടായിരിക്കും സെൻസസ് നടക്കുക എന്നാണ് പറയുന്നത്. എന്യൂമറേഷൻ ഫോം അത് നമുക്ക് സ്വയം പൂരിപ്പിക്കാൻ മൊബൈൽ ഫോണിൽ ആപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വീടുകളിൽ സന്ദർശിച്ച് ചോദ്യങ്ങൾ നൽകി അത് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടിയായിരിക്കും ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാവുക. ഈ ചോദ്യത്തിന്റെ ഭാഗമായി നൽകുന്ന പേഴ്സണൽ ഡാറ്റ ഒന്നും തന്നെ പുറത്തുവിടില്ല. ഇത് വിവരാവകാശ നിയമപ്രകാരം പരസ്യപ്പെടുത്തില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രവാസികളുടെ കാര്യമാണ്. പ്രവാസികളുടെ കാര്യം ഉൾപ്പെടെയാണ് വിഷ്ണു പറഞ്ഞു വരുന്നത്. എന്തായാലും വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ 2011 ഒടുവിൽ സെൻസസ് നടന്നത്. 2027 സെൻസസ് 2 ഘട്ടമായി നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.